ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ചും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പ് ലേഖനം 3:14. തുടർന്ന് നാം ചിന്തിച്ചത് എഫെസ്യർ 6:11 പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവേൻ. ഈ ഓട്ടത്തിൽ നിന്ന് വിരമിപ്പിക്കേണ്ടതിന്, ഈ ഓട്ടത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തേണ്ടതിന് പിശാചിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതെല്ലാം തന്ത്രങ്ങളാണ്. അവൻ്റെ ആയുധങ്ങൾ കർത്താവ് കാൽവറിയിൽ താഴെ വെപ്പിച്ചതിനാൽ തന്ത്രങ്ങളുമായി അവൻ എതിർത്ത് വരും. എൻ്റെ ഹൃദയത്തോട് ഇപ്രാവശ്യത്തിൻ്റെ ആരംഭം മുതൽ ഇടപെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണിത്. റോമൻ ഷീൽഡിനെ കുറിച്ച് ഞാൻ പഠിക്കുവാൻ കർത്താവിടയാക്കി, അല്പമായി പഠിക്കാനിടയായി. അതുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നോ, അതിൻ്റെ തടിക്ക് എന്നെ തിക്നെസ് ഉണ്ടെന്നോ, ഏത് തടിയാണെന്നോ, എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം ആ ഷീൽഡിനെ കുറിച്ചും വിശ്വാസത്തിൻ്റെ പരിച തീയമ്പുകളെ തടയുന്നതാണ്. അതിൻ്റെ ബ്രേസ് പ്ലേറ്റും തീയമ്പുകളെ തടയുന്നതാണ്. സഭയ്ക്ക് വിരോധമായി, ഓടുന്നവർക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി ഒരുപാട് തീയമ്പുകൾ വരും. അമ്പിൻ്റെ മുൻവശം മുനയുള്ളതും പിൻഭാഗത്ത് തീ കത്തിച്ചു ആണ്. അത് കൂട്ടത്തിലേക്ക് വീണാൽ കൂട്ടം കത്തും. എന്തോ കഴിഞ്ഞ 1 മാസമായിട്ട് ദൈവാത്മാവിൽ ഇടപെടുക, ആത്മലോകത്തെ മൊത്തത്തിൽ കത്തിക്കുവാൻ ചില തീയമ്പുകൾ ഈ ദിവസങ്ങളിൽ വരുന്നതിനാൽ അതിവിടം കൊണ്ട് തീരട്ടെ, അത് വന്ന് നമ്മുടെ പരിചയിൽ തന്നെ തറയ്ക്കട്ടെ. വിശ്വാസത്തിൻ്റെ പരിച ഉയർത്താം. അതിവിടെ തന്നെ കെട്ടുപോകേണ്ടതിന് വെള്ളമൊഴിച്ചാണ് ആ പരിചകൾ ഉപയോഗിക്കുന്നത്. കഴിയുമെങ്കിൽ വൃതന്മാരെയും, അതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒന്ന്, കഴിയുമെങ്കിൽ വൃതന്മാരെയും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:46 മുതൽ 49 വരെ. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് യേശു അത് പറയുന്നത്? കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുവാൻ ഒരു ഭയങ്കര ശക്തിയുണ്ട്. സാധാരണക്കാരനെ തെറ്റിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും. അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം. അത് ഉറച്ചു നിൽക്കേണ്ടതിന് ഒന്നാമത് ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതാണ്, ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിന്മേൽ പണിയണം. ഞാൻ പറഞ്ഞു, കേട്ടുകേൾവിയുടെ മേലും സോഷ്യൽ മീഡിയയുടെ മേലും പണിയാതെ ഇതിൻ്റെ അടിയിലുള്ള ദൈവവചനം എന്ത് എന്ന് കണ്ട് ആഴക്കുഴിച്ച് നാം നിൽക്കുന്ന പ്രതലത്തിനും അടിയിലുള്ള യേശുവിൻ്റെ കൽപ്പനയാകുന്ന പാറയ്ക്കും ഇടയിൽ ഒത്തിരി മണ്ണുണ്ട്. ഈ മണ്ണ് വാരിക്കളഞ്ഞ ശേഷം മാത്രമേ പണിയാവൂ, അല്ലെങ്കിൽ മണലിന്മേൽ പണിതവൻ്റെ പണിയാ. ഒന്നുകൂടെ ആവർത്തിക്കാം, യേശുവിൻ്റെ കൽപ്പന അടിയിലുണ്ട്. അതിൻ്റെ മുകളിൽ പിശാച് വാരിയിട്ടാൽ, ലോകം വാരിയിട്ടാൽ, ലോകക്കാർ വാരിയിട്ടാൽ ഒരുപാട് മണലുണ്ട്. ആ മണൽ മുഴുവനും കുഴിച്ചെടുത്ത് കളഞ്ഞ ശേഷം ആ പാറമേൽ പണിയുന്ന പണി മാത്രമേ നിൽക്കത്തുള്ളൂ. കാറ്റടിച്ചാൽ, വെള്ളം പൊങ്ങിയാൽ, തിരകൾ അലച്ചാൽ അല്ല, കാറ്റടിക്കും, തിരകൾ പൊങ്ങും, വീടിന്മേൽ അലയ്ക്കും. ആ കണ്ടീഷനിൽ നേരെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവായ യേശുവാണ് നമ്മുടെ കോർണർ സ്റ്റോൺ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന അടിസ്ഥാന പാറകൾ. എസ്രായുടെ ലേഖനത്തിലും മറ്റുള്ളവർ വന്ന് നിങ്ങളോട് ചേർന്ന് പണിയട്ടെ എന്ന് ചോദിച്ചു. സഹോദരന്മാർ പറഞ്ഞു, എബ്രായർ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ കൂടെ പണിയണ്ട. കാര്യം ഞങ്ങളുടെ പണിയായുധങ്ങൾ നിൻ്റെ പണിയായുധങ്ങളെക്കാൾ വ്യത്യസ്തമാണ്. ഞങ്ങളുടെ സിമൻറ്റ് നിങ്ങളുടെ സിമൻറ്റിനേക്കാൾ വ്യത്യസ്തമാണ്. ഇത് തമ്മിൽ ഒരുമിച്ച് പോകുന്നതല്ല. ഞാൻ ആശയം മാത്രമേ തൊട്ടുള്ളൂ, ബാക്കിയൊന്നും തൊട്ടില്ല. നമ്മുടെ മെത്തേഡുകൾ ഒരുമിച്ച് പോകുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ പണിതോളാം, ഇതിനകത്ത് നിങ്ങൾക്കൊന്നും ആവശ്യമില്ല. പിശാച് കൊണ്ടുവരുന്ന ടൂൾസിൽ നിന്ന് വ്യത്യസ്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ ടൂൾ. അതിനകത്ത് കൾച്ചറും കസ്റ്റമും അല്ല, അതിനകത്ത് ദൈവവചനമാണ് വലുത്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒന്നാമത്തേത് അടിസ്ഥാനത്തിന്മേൽ പണിയുക എന്ന ആശയമായിരുന്നു. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക എന്ന ആശയമായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്തെടുത്തത്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ലോകം സകല ദോഷത്തിനും തയ്യാറാണ്. ലോകം പോയ വഴിയെ വിശുദ്ധന്മാർ പോകയില്ല. വിശുദ്ധന്മാർ വേർപെട്ടവരാണ്. മത്തായി 7:20. ലോകം മുഴുവനും ഒന്നിനു വേണ്ടി വിരൽ ചൂണ്ടുമ്പോൾ ആ പിൻപിൽ കുറേ വിശുദ്ധന്മാരുണ്ട്. അവർ സെപ്പറേറ്റാണ്. നമുക്ക് ആ കൂട്ടത്തിലാകുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് ഈ ആഴ്ചയിൽ ഫേസ് ചെയ്യേണ്ടതായ 1-2 ആശയങ്ങൾ തൊട്ട് മുന്നോട്ട് പോകാം. ന്യൂ പ്രോബ്ലംസ് ഇൻ ദിസ് വീക്ക്. ഐ വിഷ് ടു അപ്പോളജൈസ് ടു മൈ ഫാമിലി ആൻഡ് ചേർച്ച് ഫോർ ദ സർക്കംസ്റ്റാൻസസ് ഓർ ദ കറൻറ്റ് സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നത് ലജ്ജാവഹമായ പലതും ഓടുന്നവനെതിരെ ഒരുപാട് മുറുകപ്പെട്ടുന്നത് കൊണ്ടിരും, ഒരുപാട് ഭാരങ്ങൾ കൊണ്ടിടും. എനിക്ക് തോന്നുന്നത്
നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെല്ലാവരും, ഞാൻ ഒന്നാമത് എന്നോട് ചേർന്ന് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കുടുംബം, അതിനോട് ചേർന്ന് ഇതിനകത്തിരിക്കുന്ന സഭയാകുന്ന കുടുംബം, നമ്മളെല്ലാം വലച്ചു കളയുന്ന ഏതൊക്കെയോ ചില കാറ്റുകൾ അടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില മിനിറ്റുകൾ മാത്രം അതിനുവേണ്ടി മാറ്റിക്കോട്ടെ. എൻ്റെ പുറകിൽ കർത്താവിൻ്റെ തിരുമേശ ഇരിക്കുന്നു. എനിക്കും ഇന്ന് തിരുമേശയിൽ പങ്കെടുക്കണം. നിങ്ങളിൽ ആരെയെങ്കിലും ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധനെയോ പ്രൊവോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ദുഃഖിപ്പിച്ചിട്ട് ഈ മേശയിൽ പങ്കെടുക്കാൻ എനിക്ക് റൈറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 18:7 യേശു പറയുന്നൊരു പദമുണ്ട്. ഇടർച്ചകൾ ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ചകൾ വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. 1 കൊരിന്ത്യർ 11-19 വാക്യത്തിൽ ഇടർച്ചയെക്കുറിച്ച് തുടരുകയാണ്. നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും അഥവാ ഇടർച്ചകളും ഉണ്ടാകണം. യേശു പറഞ്ഞു ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, ഉണ്ടാക്കുന്നവനയ്യോ കഷ്ടം. എങ്കിലും അത് ആവശ്യമാണ്. യേശു പറയുന്നത് ആവശ്യമാണ്, ഉണ്ടാക്കുന്നവനയ്യോ കഷ്ടം. പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഫർദർ വിശദീകരണം തരികയാണ്. ഇത് ആവശ്യമാണ്. എന്തുകൊണ്ട് ആവശ്യം? നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന്. ഒരിടർച്ച വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നന്നായി പ്രതികരിക്കുന്നവർ കാണും, ദോഷമായി പ്രതികരിക്കുന്നവർ കാണും. കൊള്ളാവുന്നവനെയും കൊള്ളരുതാത്തവനെയും തമ്മിൽ തിരിച്ചറിയുവാൻ ഇടർച്ചകൾ ആവശ്യമാണ്. ഞാനിതിനകത്ത് ഉണ്ടായ സംഭവം ലോക്കൽ സഭയ്ക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയട്ടെ. ഞാൻ പൊതുലോകത്തോടല്ല സംസാരിക്കുന്നത്. ലോകത്തിൽ നമ്മളെ ശ്രദ്ധിക്കുന്നവരായ ആത്മീയരോടും മുഴുവനും, പ്രത്യേകിച്ച് എൻ്റെ സഭയോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. വീഷീൽഡ് എന്ന ചാനലിന് വേണ്ടി ശുശ്രൂഷകന്മാർ ഫലം കായ്ക്കുന്നവരായിരിക്കണം എന്ന് ഗുണദോഷിക്കേണ്ടതിന് അരമണിക്കൂറിന് മുകളിലുള്ള ഒരു വീഡിയോ ടോക്ക് ഞാൻ കൊടുക്കുകയുണ്ടായി. അതിൽ നിന്ന് ചില സെക്കൻഡുകളുള്ള ഒരു ഭാഗം വെട്ടിയെടുത്ത് തലതിരിച്ച് ഇല്ലാത്ത ആരും ചിന്തിക്കാത്ത അർത്ഥം കൊടുത്ത് അവതരിപ്പിച്ച് ആരംഭിക്കുകയും അത് ആഘോഷമാക്കി പിശാച് മാറ്റുകയും ചെയ്തു. ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു, കൊള്ളാവുന്നവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ തിരിഞ്ഞു. വേറൊരു ഭാഗം ആളുകൾ അല്ല എന്ന് പറഞ്ഞു. ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. കുറച്ച് പേരുടെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. ഞാനെല്ലാം വായിക്കാറില്ല, എല്ലാം വായിക്കാൻ എനിക്ക് നേരവുമില്ല. ഒത്തിരി പേരെന്നെ വിളിച്ചു. ഞാൻ കുറച്ച് പ്രതികരണങ്ങൾ കണ്ടെങ്കിൽ ഒത്തിരി പേരെന്നെ വിളിച്ചു, അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചു, അവരുടെ ദുഃഖം അറിയിച്ചു. ഈ എഴുത്തുകാരെയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പാസ്റ്ററെ ധൈര്യം പോകല്ല്, മുന്നോട്ട് പോകും. ഇത് പറയുവാനുള്ള ആർജവം ദൈവം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഫലം കായ്ക്കുന്നവരെ നമുക്ക് വേണം എന്ന ആശയം പറഞ്ഞു. ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കുകയും വേണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. പ്രയോജനപ്പെടുന്ന സഭയുടെ വളരുന്ന പാസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷകന്മാർക്കെതിരെ ഇത് വേറൊരു സുവിശേഷമാണെന്നൊക്കെ പറഞ്ഞ് അപവാദി നാളുകളായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ വേറൊരു സുവിശേഷം എന്ന് ബൈബിൾ അർത്ഥമാക്കുന്നത് എന്താ? ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചിടാൻ താല്പര്യപ്പെടും. ഞാൻ പറയുന്ന ഒരാശയം, ക്രിസ്തു പറഞ്ഞ ഒരാശയം, ദൈവവചനത്തിൻ്റെ ഒരാശയം മറിച്ചിട്ടാൽ അതിനെയാണ് വേറൊരു സുവിശേഷം എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഈ സ്ലൈഡിൻ്റെ വലത്തുഭാഗത്തായിട്ട് ഒരാരോ കാണിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ആരോ മേളിലോട്ട് പോകേണ്ടതാണ്. ഇത് നേരെ വളച്ചൊടിച്ച് പുറകോട്ടാക്കുന്ന ഈ ചില ന്യൂസ് ഏജൻസികളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും പറയാറുണ്ട്. വളച്ചൊടിച്ച സന്ദേശമാണ് അവർ തരുന്നത്, വളച്ചൊടിച്ച ന്യൂസാണ് പരസ്യപ്പെടുത്തുന്നത്. കാര്യം കൂടുതൽ ആളുകൾ അത് വാങ്ങിക്കാൻ വരും, പത്രങ്ങൾ അത് കൂടുതൽ വാങ്ങിക്കാൻ വരും, അതുകൊണ്ട് വളച്ചൊടിക്കും. അങ്ങനെ മറിച്ച് കളഞ്ഞാൽ അത് വേറൊരു സുവിശേഷമായി മാറും. ഞാൻ പറഞ്ഞത് എന്താണ്, മറിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാനിപ്പോൾ പറയാം. എന്നാൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യം. 6, 7, 8. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ.
എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മതി. ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിൾ പറയുന്നു. അത് വേറൊരു സുവിശേഷമായി മാറും. ചേർക്കുന്നവരും ചിതറിക്കുന്നവരും രണ്ട് വിഭാഗം ദൈവസഭയിലുണ്ട്. ഫലം കായ്ക്കുന്നവൻ ദൈവത്തോട് ചേർക്കുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. ഇത് യേശുവിൻ്റെ പദമാണ്. എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ചേർക്കുന്നവരാകണം. അതാണ് ഫലം കായ്ക്കുക എന്നതുകൊണ്ട് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ചേർക്കുന്നവരാകണം, ഫലം കായ്ക്കുന്നവരാകണം. അല്ലെങ്കിൽ നാം ചിതറിക്കുന്നവരായിരിക്കും എന്ന് മറക്കരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും യേശു ഇതേ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നാം ഫലം കായ്ക്കുന്നവരാകണം, ചേർക്കുന്നവരാകണം, ഫലമില്ലാതെ ചിതറിക്കുന്നവർ ആകരുത് എന്നാണ്. കണ്ട വലത്തുവശത്ത് ആരോ ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ ഒന്ന് മറിച്ചിട്ടു. ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ഫലം കൊടുക്കുന്നവരാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുസരിക്കുന്ന സകലരും ഫലം കൊടുക്കുന്നവരാകണം. അത് തിരിച്ചിടരുത്. ഫലം കൊടുക്കുന്നവർ വേണ്ട എന്നൊരിക്കലും ഒരു ദൈവസഭ പറയത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിലേക്ക് അല്പമൊന്ന് തിരിയുമ്പോൾ ഒത്തിരി നേരം എടുക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും യേശുവിൻ്റെ രക്തം ഹേതുവായിട്ടും സാത്താനെ ജയിച്ചു എന്ന് കാണാം. ജയിക്കണമെങ്കിൽ അതിലെ ഒരു പ്രധാന ഭാഗം, 1-ാം ഭാഗം യേശുവിൻ്റെ രക്തമാണ്. 2-ാം ഭാഗം നമ്മുടെ വ്യക്തിപരമായ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം സൂക്ഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ 12-ാമത്തെ വയസ്സിൽ യേശുവിനെ അറിഞ്ഞ ദിവസം മുതൽ വഴിയോരങ്ങളിൽ നടന്ന് വാക്യം വിളിച്ചു പറഞ്ഞിരുന്നു. വളരുന്നതിന് ഒത്തവണ്ണം സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയും വ്യക്തികളോട് സുവിശേഷം പറയുകയും പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്തവനാണ്. ഇന്നും ചെയ്യുന്നു. റിസൾട്ട് കാണാനുണ്ട്. ആർക്കും വന്ന് കാണാം. ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞത് എൻ്റെ സാക്ഷി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാകില്ല. പക്ഷേ ഇത് കേട്ട പലരും മറന്നുപോയെന്ന് തോന്നുന്നു. എൻ്റെ 12-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് ഞാൻ ആദ്യം ചെയ്തത് വഴിയോരങ്ങളിൽ പോയി വാക്യം വിളിച്ചു പറയുക. അന്ന് ഞാൻ പ്രസംഗിക്കത്തില്ലായിരുന്നു. കാര്യം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഞാൻ എൻ്റെ ഒരു മെസ്സേജിനകത്ത് പുതുതായി വരുന്നവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പുതുതായി വരിക. ഞാൻ ദൈവവചനത്തെ എടുത്ത് പ്രസംഗിക്കാറായില്ല. 12 വയസ്സേ ഉള്ളൂ. ആ വാക്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ആദ്യം വാക്യങ്ങൾ പറഞ്ഞു തുടങ്ങി. വളരുന്നതിന് ഒത്തവണ്ണം മേ ബി 6 മാസം കൊണ്ട് 7 മാസം കൊണ്ട് ഒരു ചെറിയ ദൂത്, രക്ഷയുടെ ദൂത് പറയാറായി. അന്ന് രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചു. അതിനടുത്ത പടിയിലേക്ക് വളർന്നതോടെ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് സുവിശേഷം പറയാൻ തുടങ്ങി. കൃപയാൽ അന്നും ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാൻ മുന്നോട്ട് മാറാം. 1956 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ദയവായി എൻ്റെ സാക്ഷ്യം കേട്ടിട്ടില്ലാത്തവർ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ കേട്ടോണം. ഒത്തിരി പേര് റെക്കോർഡ് ചെയ്യാൻ റെഡിയാണെന്ന് എനിക്കറിയാം. റെക്കോർഡ് ചെയ്ത് പ്രയോജനപ്പെടുന്ന ആർക്കെങ്കിലും കൂടെ കൊടുക്കണേ എന്ന് ഞാനൊന്ന് അപേക്ഷിക്കുന്നു. 1956 ഞാൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ പുതിയ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു. ഞാനന്നൊരു ന്യൂ കമറായിരുന്നു. ഫ്രഷർ ക്രിസ്തുവിലേക്ക് വന്നു. 57 ഞാൻ ഹേർഡ് ദ പെൻഡക്കോസ്റ്റൽ ഡോക്ട്രിൻ ഇൻ ആൻ ഓപ്പൺ എയർ മീറ്റിംഗ് ബൈ പാസ്റ്റർ E.C. മാത്യു. ഞാൻ ആദ്യമായി പെന്തക്കോസ്തിൻ്റെ സന്ദേശം കേൾക്കുന്നത് ഒരു ഓപ്പൺ എയർ മീറ്റിങ്ങിനാണ്. ഞാനതിനെതിരല്ല. ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാനതിനെതിരല്ല. 57 പാസ്റ്റർ E.C. മാത്യു പ്രസംഗിക്കുന്നൊരു പ്രസംഗം എൻ്റെ സ്കൂളിൽ വിട്ടുവരുന്ന ജംഗ്ഷനിൽ വെച്ച് ഞാൻ കേട്ടു. അങ്ങനെയാണ് പെന്തക്കോസ്ത് ഉപദേശം ആദ്യം കേൾക്കുന്നത്. 1957 തന്നെ ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടു. അതിനെ തുടർന്നുള്ള ഓപ്പറേഷൻസ്, എതിരുകൾ ധാരാളം ഉണ്ടായിരുന്നു. 57 മുതൽ 65 വരെയുള്ള 8 വർഷങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാലും 1957 മുതൽ 1965 വരെയുള്ള 8 വർഷങ്ങൾ റോഡ് സൈഡുകളിൽ നിന്നുകൊണ്ട് കൊച്ചു മീറ്റിങ്ങുകൾ നടത്തി, ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി, പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തി. അത് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭമാണ്. 1965-66 എയർഫോഴ്സിൽ ചേർന്നു. തുടർന്ന് ഓപ്പൺ എയർ മീറ്റിംഗ് നടക്കത്തില്ല, ഗോസ്പൽ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കത്തില്ല. പക്ഷെ നടക്കുന്ന ഒന്നുണ്ടായിരുന്നു, പേഴ്സണൽ ഇവാഞ്ചലിസം. ഒന്ന് നടക്കാത്തപ്പോൾ വേറൊന്ന് ചെയ്യേണ്ടതിന് ദൈവം എന്നെ ഒറ്റപ്പല്ലൻ മെതിവണ്ടിയായിട്ടല്ല സൃഷ്ടിച്ചു വിട്ടത്, പല്ലേറിയതാകയാൽ അന്നും നടന്നു. അങ്ങനെ പുതിയ മീറ്റിങ്ങുകൾ എയർഫോഴ്സ് ക്യാമ്പുകളിൽ ആരംഭിച്ചു. സഭകൾ രൂപീകരിക്കപ്പെട്ടു.
രക്തം ഹേതുവായിട്ട് ഞങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. 1965 ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, 1965 ഞാൻ എയർഫോഴ്സിലേക്ക് റിക്രൂട്ടായി. 65 ഡിസംബറിലാണ് ഞാൻ നാട് വിടുന്നത്. അതുവരെ നാട്ടിൽ പ്രവർത്തിച്ചു. 66 ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്നു. പേഴ്സണൽ ഇവാഞ്ചലിസം തുടർന്നു. ന്യൂ മീറ്റിങ്ങുകൾ, ന്യൂ ചർച്ചസ്, ട്രാവലിംഗ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ ഏറെക്കുറെ ബാംഗ്ലൂർ മുതൽ, അവിടെ പറയാനൊക്കത്തുള്ള തെക്കോട്ട് ബാംഗ്ലൂർ മുതൽ ജമ്മു കാശ്മീർ വരെ യാത്ര ചെയ്യാൻ ദൈവം ഇടയാക്കി. പെർസ്യൂയിങ് എഡ്യൂക്കേഷൻ, ഞാൻ ആ പദം പറയുന്നതിനകത്ത് ഭയങ്കര അർത്ഥമുണ്ട്. നമ്മിൽ പലർക്കും ലഭിക്കുന്നത് പോലെ കോളേജിൽ ചേർന്ന് പഠിക്കുവാൻ അപ്പൻ എന്നെ വിട്ടു പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എൻ്റെ കുടുംബത്തോടും ജോലിയോടും കൂടെ ഒരു അല്പം കൂടെ പഠിക്കേണ്ടതിന് വേണ്ടി പെർസ്യൂയിങ് എഡ്യൂക്കേഷൻ, അതിൻ്റെ കറക്റ്റ് ലാംഗ്വേജാണ് ഞാൻ ഉപയോഗിച്ചത്. പല മെത്തേഡുകൾ എടുത്തു. ടീച്ചിങ് എക്സ്പീരിയൻസ് കിട്ടി, ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് കിട്ടി. ഹാർഡ് വർക്ക് ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. ഇതോടുകൂടെ ദൈവഭയമുള്ള ഒരു കുടുംബത്തെ ഉയർത്തി. ഞാൻ പോയിട്ടുള്ള ഏതു സ്ഥലത്തും പരിസരങ്ങളിലും ആളുകൾക്ക് അന്വേഷിക്കാം. ദൈവഭയമുള്ള ഒരു കുടുംബത്തെ ഉയർത്തി, ദൈവഭയമുള്ള ഗ്രൂപ്പുകളെ അവിടെ ഉയർത്താൻ സാധിച്ചു. ഇതിനെ ഞാൻ ഫലം കായ്ക്കുക എന്ന് വിളിക്കുന്നു. 1984 ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന്, ഡിഫൻസ് സർവീസിൽ നിന്ന് വെളിയിൽ വന്നു. വിത്ത് എ സർട്ടിഫിക്കറ്റ്, റാദർ ലോകത്തിൻ്റെ സാക്ഷ്യവുമായി വെളിയിൽ വന്നു. എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ അധികം ആരോടും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ 10-18 വർഷമൊക്കെ ഡിഫൻസിൽ സെർവ് ചെയ്തേച്ചു വരുന്നവർക്ക് സാറ്റിസ്ഫാക്ടറിയോ ഗുഡോ, ചുരുക്കം ചിലർക്ക് വെരി ഗുഡോ കിട്ടും. എനിക്ക് ലോകം തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സെപ്ഷണൽ ആൻഡ് എക്സംപ്ലറി ഗുഡാണ്. ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ലോകത്തിന് തരാവുന്ന സർട്ടിഫിക്കറ്റാണ്. അത് എഴുതിയ ആൾ എൻ്റെ സ്റ്റേഷൻ കമാൻഡറാണ്. അദ്ദേഹത്തിൻ്റെ റാങ്ക്, മാന്യത എനിക്ക് നന്നായി അറിയാം. അത്രയും വലിപ്പമില്ലാത്ത ഒരുത്തം വന്ന വർഗീസ് ഫ്രോഡാന്ന് പറഞ്ഞാൽ തൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ വാലിഡാണ്? ഇത് എഴുതേണ്ടവൻ എഴുതിയ സർട്ടിഫിക്കറ്റാണ്. പണ്ട് പീലാത്തോസ് എഴുതി തിരുത്താൻ വേണ്ടി പുരോഹിതന്മാർ പോയത്. ഇത് എഴുതേണ്ടവൻ എഴുതിയ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൈ ഇൻറ്റൻഷൻ ഈസ് ടു സെർവ് ഗോഡ്. ദൈവത്തെ സേവിക്കുക എൻ്റെ ആശയം. ദൈവത്തെ സേവിക്കുക, സഭയെ ശുശ്രൂഷിക്കുക, ഇതാണ് എൻ്റെ താല്പര്യം. വളച്ചൊടിച്ച വാക്കുകളുടെ അർത്ഥം എന്താണ്? ഇത് എന്തിനു വേണ്ടി? വീണ്ടും വേണ്ട, വളച്ചൊടിച്ച ആരും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ പരസ്യയോഗങ്ങളെ എതിർത്തിട്ടില്ല. ദയവായി ഒന്ന് കേട്ടാലും. ആ മെസ്സേജ് റെക്കോർഡ് ചെയ്തത് എന്നെപ്പോലെ തന്നെ ദീർഘവർഷങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സഭകളുടെ പാസ്റ്റേഴ്സായിരുന്നവരും, ഞങ്ങളുടെ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്ന എൻജിനീയേഴ്സ് പോലും, കുഞ്ഞുങ്ങൾ പോലും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും വർഷങ്ങളായി ദൈവസഭകളിൽ ദൈവത്തെ ആരാധിക്കുന്നവരും ക്രിസ്തീയ പാരമ്പര്യങ്ങൾ അറിയാവുന്നവരുമാണ്. അവരുടെ മുമ്പിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഞാൻ പരസ്യയോഗങ്ങളെ എതിർത്തിട്ടില്ല. ആരോ കർത്തൃദാസന്മാർ എതിർത്തു എന്ന് ചുമ്മാ ആരാണ്ട് പറയുന്നത് കേട്ട് ഈ വളച്ചൊടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല. പൗലൂസിൻ്റെ കാലം മുതലുണ്ട്, പത്രോസിൻ്റെ കാലം മുതലുണ്ട്, പിശാചിൻ്റെ ആരംഭം മുതലുണ്ട്. അവൻ്റെ കയ്യിൽ കിട്ടുന്നവരൊക്കെ അവൻ ഉപയോഗിക്കും. ഞാൻ പരസ്യയോഗങ്ങളെ എതിർത്തിട്ടില്ല. ഞാൻ പരസ്യയോഗം നടത്തിയവനാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം വേണം, അല്ലെങ്കിൽ ഫലം വേണം എന്നാണ് എൻ്റെ നിർബന്ധം. അതിലെന്താ സംശയം? ഇതെൻ്റെ സഭയോടും സുവിശേഷ അനുഭാവമുള്ളവരോടും മാത്രം പറയുന്നതാണ്. ഇടയശ്രേഷ്ഠൻ മടങ്ങി വരുമ്പോൾ നാം കണക്ക് തീർക്കേണ്ടത് നാട്ടുകാരുമായിട്ടല്ല, ഇടയശ്രേഷ്ഠനുമായിട്ടാണ്. അതുകൊണ്ട് ഞാനല്ലേ, നാമല്ലേ ഇടയശ്രേഷ്ഠനെ ഫേസ് ചെയ്യേണ്ടത്. ഏതാണ്ട് ഞാൻ പറഞ്ഞ ആശയം കലക്കി മറിച്ചിട്ടു. ഞാൻ പറഞ്ഞതിനകത്ത് ഫലം കായ്ക്കണം എന്ന് തീർത്തു പറഞ്ഞു. ഫലമില്ലാതെ നടക്കുന്നവരെ കൊണ്ട് അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ ആത്മലോകത്തിനും ശാരീരിക ജഡീക ലോകത്തിനും ഒരു ശല്യമാണ്. അതിൽ കവിഞ്ഞൊന്നുമില്ല. ഇത്തിളുകളെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഞാൻ ആ പദത്തിലോട്ട് പോകുന്നില്ല. പാരസൈറ്റ്സ് എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ നാം ഫലം കായ്ക്കണം. ഫലം കായ്ക്കുന്നവരെ ആശ്രയിച്ച് ജീവിക്കാനല്ല, നാം ഫലം കായ്ക്കണം. അത് വളച്ചൊടിച്ചു കളഞ്ഞു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇലയല്ലാതെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു വൃക്ഷത്തെക്കുറിച്ച് കാണാം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം, യേശുവിൻ്റെ കാര്യമാണ്. രാവിലെ യേശു നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 11:12 അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലവുമല്ലായിരുന്നു. അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലാത്തപ്പോൾ എന്തുകൊണ്ട് യേശു അത്തി തപ്പിപ്പോയി?
പാസ്റ്റർ പി.ഡി. ജോൺസൺ അവർ ഈ ചർച്ചിൽ വന്നപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്, അത് അതുവരെ ഇല്ലായിരുന്നു. ഒന്ന്, യേശു വഴിയറമ്പിൽ കണ്ട അത്തിയെ കയറാൻ പോകുമോ? 2, അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞ സാഹചര്യത്തിൽ യേശു കൊണ്ട് അത്തിയുടെ അടുക്ക ചെന്ന് ഫലം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അത്തിക്ക് കായ്ക്കുന്ന കാലവുമുണ്ട്, കായ്ക്കാത്ത കാലവുമുണ്ട്. നമുക്കും അങ്ങനെ ചിലർക്കൊക്കെ സുവിശേഷം പറയുന്ന കാലവുമുണ്ട്, ഉറങ്ങുന്ന കാലവുമുണ്ട്. ഓക്കെ, എന്തുമാട്ടെ, അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാത്തപ്പോൾ ചില അത്തികളുടെ ചില കാകൾ സമയം തെറ്റി കായ്ക്കും. പാസ്റ്റർ പി.ഡി. ജോൺസൺ പറഞ്ഞതാണ്, ചില അത്തികളുടെ ചില ശാഖകൾ സമയം തെറ്റിക്കായ്ക്കും. എങ്ങനെയത് തിരിച്ചറിയുന്നത്? ഇല നിറഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇല നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഇതിൽ ഫലം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ ഇലയുടെ ഞെടിപ്പിലും ഫലം വരും, ഇതാണ് പതിവ്. അതുകൊണ്ടാണ് യേശു അവിടെ ചെന്നത്. ഇനി വഴിയറമ്പ് നിൽക്കുന്ന അത്തിയെടുക്ക പോമോ? കാലം തെറ്റിക്കായ്ക്കുന്ന അത്തിയിൽ നിന്ന് യജമാനൻ ഫലമെടുക്കയില്ല. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. അത് വഴിപോക്കനും വിശക്കുന്നവനും വിധവമാർക്കും വേണ്ടി വിട്ടുകളകയാൽ. യേശുവും വിശന്ന വഴിപോക്കനാകയാൽ ആ അത്തിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഇലയുള്ളൂ, ഫലമില്ല. അദ്ദേഹം പറഞ്ഞത്, പാസ്റ്റർ പി.ഡി. ജോൺസൺ പറഞ്ഞത്, ഇത് കപടഭക്തിയെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശു അതിനെ ശപിച്ചത്. മേലാൽ അവൻ രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. വേരോടെ ഉണങ്ങി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നല്ല ഫലം കഴിക്കാത്ത വൃക്ഷം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേരെ എന്നൊരു പൊട്ടിക്കിളിപ്പിൻ്റെ സാധ്യതയുണ്ട്. അതിൻ്റെ വേരെ എന്ന് പൊട്ടിക്കിളിപ്പിന് സാധ്യതയുണ്ട്. ഈ അത്തിയെ ശപിച്ചതായതുകൊണ്ട് അതിൻ്റെ സന്തതിയുടെ കാലത്തും ഫലം കഴിക്കത്തില്ല. അത് വേരോടെ ഉണങ്ങി എന്നാണ് കാണുന്നത്. നാം ആ കൂട്ടത്തിൽ വരരുത്. പാസ്റ്റർ പി.ഡി. ജോൺസൺ അന്ന് പറഞ്ഞത്, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ, ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മുടെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയെന്നിരിക്കട്ടെ, നമ്മുടെ ഗംഗാനഗർ ചർച്ചിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഇവിടെ ഒരു ട്രമ്മടിയും പാട്ടും ഒക്കെ കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് കണ്ട ഇവിടെ കയറിയത്. ഇവിടെ കയറിയിട്ട് അത് കിട്ടാതെ വരികയാണെങ്കിൽ, ആത്മപ്രേരിതമായ വാക്കുകൾ അവരെ കർത്താവിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, അതാണ് കായില്ലാതെ ഇല മാത്രമുള്ള വൃക്ഷം. അതിന് ശാപമായിരിക്കും ഫലം എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. ഈ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആടുകളുടെ വലിയ ഇടയൻ വരുമ്പോൾ കണക്ക് തീർക്കുമെന്ന ആശയം എബ്രായർ 13:20 ഞാൻ ഒന്നുകൂടെ തൊടുക. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ വിധിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ ഞാൻ ആരുമല്ല എന്ന് റോമാലേഖനത്തിൽ പറയുന്നു. പക്ഷേ എന്നെ വിധിച്ചവരോടും സഹോദരന്മാരെ ഒന്നുകൂടെ ആലോചിച്ച്, നല്ലതായിരുന്നു. ഞാൻ പറയാത്ത ഒരു കാര്യം, എൻ്റെ അരമണിക്കൂർ മെസ്സേജിൽ നിന്ന് ഒരു ചെറിയ ഭാഗം പൊക്കിയെടുത്ത് തിരിച്ചിട്ട് പ്രസംഗിച്ചതുകൊണ്ട് നിങ്ങളത് അംഗീകരിച്ചോ? അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ചിലർ, ഞാൻ ആ പദം ഇപ്പോഴും പറയുന്നില്ല, പേരിപ്പോഴും പറയുന്നില്ല, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ചിലർ എം.എ. വർഗീസ് ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ, പൊന്ന് സാറേ, എം.എ. വർഗീസ് ചെയ്തില്ല സാറേ, ചുമ്മാ അനാവശ്യം പറയുന്നത് സാറി വൺ സൈഡ് മാത്രം കേട്ട് വിശ്വസിക്കരുത്. ഒരു നേതാവ് എന്ന ഭാഗത്ത് അങ്ങയോടുള്ള എൻ്റെ ബഹുമാനം കുറയാതെ ഞാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കാം. അതുകൊണ്ട് കർത്തൃമേശയിലും പങ്കെടുക്കാം. പക്ഷെ ദയവായി ഒരു കാര്യം അറിയാതെ പറയല്ലേ. ഈ വഴിപോക്കർ പലരും പലതും പറയും. അതിനകത്ത് സാർ അർത്ഥം ശ്രദ്ധിക്കരുത്. ആത്മലോകത്തോട് മൊത്തത്തിൽ ഞാൻ പറയട്ടെ, ഞാനതിനെ എതിർത്തിട്ടില്ല. ഇനിയും ഞാൻ അല്പം കൂടെ താഴോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ചർച്ചിൽ നിന്ന് പരസ്യയോഗം നടക്കുന്നവരെ സാമ്പത്തികമായും ആത്മീയമായും സഹകരിപ്പാൻ കൃപയാൽ എനിക്ക് കഴിയുന്നു. ഇന്നത്തെ ചരിത്രമാണ് പറഞ്ഞത്. വർഷങ്ങളായി പരസ്യയോഗങ്ങൾ നടത്തുവാൻ പോകുന്ന ശുശ്രൂഷകന്മാർ ഈ സഭയിലുണ്ട്. കഴിഞ്ഞ മാസവും ഇവിടുന്ന് ഒരു 2-3 പേര് പോയി. അവരെന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റർ, ഇന്നൊരു ചാൻസ് കിട്ടിയാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നില്ല. കഴിഞ്ഞ മാസവും പോയി ഫലം കാഴ്ച വെച്ചാൽ വന്നത്. റിസൾട്ടുണ്ട്. ഒന്നിനും കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നട്ടപ്പോഴും ഒരു പറ, പറിച്ചപ്പോഴും ഒരു പറ. ഞാൻ പോയി കൊട്ടി പാടി ഇല കണ്ടുകൊണ്ട് ആളുകൾ വന്നു, ഫലമില്ല എന്നുകൊണ്ട് തിരിച്ചു പോയി എന്നല്ല, ഫലം കായ്ച്ചു. ഫലം കായ്ക്കുന്നവർക്കായി സ്തോത്രം. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിക്കാൻ ഞാൻ ആരുമല്ല. യാഥാർത്ഥ്യം അറിയാതെ പോകരുത്. 2 കൊരിന്ത്യർ 11:44 പറയാത്ത മറ്റൊരാശയം. 2 കൊരിന്ത്യർ 11:44 ഇത് ദൈവവചന ശുശ്രൂഷയുടെ ഭാഗമായി തുടരണം, വചനത്തിൽ നിലനിൽക്കുക എന്നതായിരുന്നു നമ്മുടെ ആശയം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഇല്ല, നമ്മളൊന്ന് അറിഞ്ഞാകാവും. മലയാളത്തിൽ പറയാറുണ്ട്, കാള പറ്റുമെന്ന് കേട്ടാൽ കയറെടുത്തുകൊണ്ട് ചാടല്. ഇങ്ങനെ സംഭവിക്കുമോ എന്നും കൂടെ അന്വേഷിക്കണം. ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതിനായി സ്തോത്രം. എൻ്റെ വല്യപ്പച്ചൻ
കൊച്ചു കുഞ്ഞു വിദേശിയുടെ സഹപ്രവർത്തകനായിരുന്നു. ഒരു ചെറിയ ആരംഭമല്ല. ദൈവത്തിൻ്റെ കരുണയാൽ ഒരു സഭയെ നോക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 11 അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ ആദ്യം ചില ഭാഗങ്ങൾ തൊടാം. 2 കൊരിന്ത്യർ 11 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമാണ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുമല്ലോ. ദയവായി 13 മുതൽ 15 വരെ വായിച്ചാലും. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, നിങ്ങൾ വായിക്കാൻ ആവശ്യപ്പെട്ടു. 1, നീതിയുടെ അപ്പോസ്തലന്മാർ, അവർ ഫലം കായ്ക്കും. 2, സാത്താൻ്റെ അപ്പോസ്തലന്മാർ, അവർ ക്രിസ്തുവിന് ഫലം കായ്ക്കത്തില്ല. ഞാൻ മുന്നോട്ട് വരാൻ പോകുകയാണ്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ചാരും ബഥേലിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. ആളുകൾക്കറിയാം. കഴിഞ്ഞ 10-40 വർഷമായി സ്ഥിരം വളർന്നുകൊണ്ടിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. എന്താണ് നിങ്ങൾ കായ്ക്കേണ്ട ഫലം? പോകുക, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. എങ്ങനെ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും യേശുക്രിസ്തുവിനെ തെളിയിച്ചുകൊണ്ട് ആത്മപ്രേരിതരായി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. കേൾക്കുന്നവർ വിശ്വസിക്കും, അവർ കർത്താവിലേക്ക് വരും. ഒരു മെസ്സേജ് ആത്മപ്രേരിതമല്ലെങ്കിൽ അതിനകത്ത് ആളുകൾ കർത്താവിലേക്ക് വരണമെന്നില്ല. അത് കേവലം ലോകജ്ഞാനമായിരിക്കും, അത് ദൈവത്തിൻ്റെ പ്രകാശമല്ല. അങ്ങനെ പലരുടെ ഹൃദയത്തിലും ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള രൂപം പ്രതിബിംബിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് പിശാച് പലതിനെയും കുരുടാക്കിയവരുടെ ഇടയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഡു നോട്ട് ബി അൺഫ്രൂട്ട്ഫുൾ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയുക, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം ഫലം കായ്ക്കുന്നവരാകണം. ഡു നോട്ട് ബി അൺഫ്രൂട്ട്ഫുൾ, ഫലമില്ലാത്തവരാകരുത്. യോഹന്നാൻ്റെ ഇതിൻ്റെ ഗൗരവം ദയവായി ഗൗരവമായി ശ്രദ്ധിച്ചാലും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. 2-ാം വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. അപ്പോൾ കായ്ക്കാത്ത കൊമ്പും ഇതിനകത്തുണ്ടെന്ന് മറക്കരുത്. അവരും പ്രൈസ് ദി ലോർഡ് എന്ന് പറയും, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയും, വാക്യങ്ങളും വായിക്കും, ക്രിസ്തുവിൽ തന്നെയാണ്. പക്ഷേ ഇതുങ്ങളെ നോക്കിയാണ് ഒടുവിൽ യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് തെരുക്കളി പഠിപ്പിച്ചത് ശരിയാവുകയെ, പക്ഷെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. എന്നിൽ വിശ്വസിച്ചിട്ട് 4-ാം വാക്യത്തിൽ, എന്നിൽ വിശ്വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കായ്പാൻ കഴിയുകയില്ല. നമുക്ക് ക്രിസ്തുവിൽ വസിക്കാം, തൻ്റെ അഭിഷേകത്തിൽ വസിക്കാം. ബഥേൽ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. അനേക ഭാരങ്ങളുണ്ടെന്ന് വരാം. ആത്മലോകമേ, നമുക്ക് മുന്നോട്ടോടാം. അനേക ഭാരങ്ങൾ വന്നെന്ന് വരാം. നമുക്ക് ക്രിസ്തുവിൽ വസിക്കാം, ക്രിസ്തീയ അഭിഷേകത്തിൽ വസിക്കാം. യോഹന്നാൻ 15:6 എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ആത്മബലവും ക്ഷയിച്ച് ദൈവകൃപയും നഷ്ടപ്പെട്ട് കൃപാവരങ്ങളും നഷ്ടമായി എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോവും. ഇതിൻ്റെ അന്തം ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യേശു അതോട് ചേർന്നൊരു പദം പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. കൊള്ളാവുന്നവരാര് കൊള്ളരുതാത്തവരാരെന്ന് തിരിച്ചറിയേണ്ടതിനുള്ള ടെസ്റ്റായത്. പാസ്റ്റർ പി ഡി ജോൺസൺ അന്നൊരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ പദം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ വൃക്ഷത്തിൻ്റെയും ചുവട്ടിൽ കോടാലിയുണ്ട്. ഒരു വൃക്ഷത്തിനും വെട്ടണി വന്നാൽ കോടാലി തപ്പി എങ്ങും പോകണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളിൽ ഒന്നായിരിക്കാം, അല്ലെ എൻ്റെ അയൽവക്കക്കാരിൽ ഒന്നായിരിക്കാം, എൻ്റെ സ്വന്തപ്പെട്ടവരിൽ ഒന്നായിരിക്കാം. ഒരു കോടാലിയാണ് അതെന്നെ വെട്ടാനുണ്ട്. എൻ്റെ സഭയ്ക്കകത്ത് കോടാലി തപ്പി വെളിയിലെങ്ങും പോകണ്ട, വെട്ടാൻ ഇവിടെ തന്നെയുണ്ട്. എന്നാൽ ഏതിനെതിരെയാണ് വിട്ടുവരുന്നത്? നല്ല ഫലം കായ്ക്കാത്തതിന്. എന്തെങ്കിലും ഒരു ഫലം കായ്ക്കാത്തതിനെ വെട്ടുമെന്നല്ല, നല്ല ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയും. ഇപ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 3:10
ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഒന്ന് കമ്പ് നീക്കിക്കളയും, അത് ഉണങ്ങിയിട്ട് തീയിലിട്ട് ചുടും, അത് ക്രിസ്തുവിൽ വസിക്കുന്നതാണ്. മറ്റേത് തോട്ടത്തിൽ വസിക്കുന്നതാണ്, വൃക്ഷം തോട്ടത്തിൽ പാർക്കുന്നതാണ്. തോട്ടത്തിലേക്ക് കൊടുക്കുന്ന വെള്ളമെല്ലാം അത് കുടിക്കും, വളമെല്ലാം അത് കഴിക്കും, പക്ഷെ ഫലം കായ്ക്കത്തില്ല. അത് വെട്ടി തീയിലിടും, പക്ഷെ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിക്കളിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വേരിൽ നിന്ന് കുറഞ്ഞ പക്ഷം അടുത്ത തലമുറയിലെങ്കിലും ചിലത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ പദം ജോൺ ദ ബാപ്റ്റിസ്റ്റ് എടുത്തു പറയുന്നുണ്ടെന്ന് മറക്കരുത്. മത്തായി 3:10 തന്നെ ലൂക്കോസ് 3:9 കാണാം. ഇത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടിക്കളയും. എനിക്കെതിരെ പ്രതിപാദിക്കപ്പെടുന്ന പ്രധാന ആരോപണങ്ങൾ ഒന്നൂടെ കേട്ടാലും പ്രധാന ആരോപണങ്ങൾ: ഒന്ന്, ഒരു പരസ്യവും പോലും നടത്താത്തവനാണ്. എൻ്റെ സഹോദരന്മാരെ, പറഞ്ഞവർക്കായി നന്ദി. ദൈവം നിങ്ങളോട് ക്ഷമിക്കുമെങ്കിൽ ക്ഷമിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുന്നമേ, ഈ പറഞ്ഞതിൽ പലരും ജനിക്കുന്നതിന് മുന്നമേ പരസ്യോഗങ്ങൾക്കകത്ത് ഇറങ്ങുവാൻ കർത്താവ് ഇടയാക്കി. കുഞ്ഞെ, വർഷം 68 കഴിഞ്ഞു, 68 കഴിഞ്ഞു. ഇന്നും പരസ്യോഗത്തിൽ പോകുവാൻ ആളുകളെ അയക്കാനും. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയവർ എൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിച്ചേച്ചാ പോയേ. അവർ തിരിച്ച് ഇത്ര പേർ രക്ഷിക്കപ്പെട്ടു, ഫലത്തിന് റിപ്പോർട്ട് തരാനും വരാറുണ്ട്. പിന്നെ ഈ പറയുന്ന നിങ്ങളോട് ദൈവം ക്ഷമിക്കുമെങ്കിൽ ക്ഷമിക്കട്ടെ. 2, എയർ കണ്ടീഷൻ ചർച്ച് ഹാളിലാണ് ഇരിക്കുന്നത്. നിങ്ങളാരെങ്കിലും എയർ കണ്ടീഷൻ ചർച്ച് ഹാൾ ഇവിടെ കണ്ടോ? ഈ പറയുന്നവന് എന്നെ വ്യാജമായി പറയുന്നത്. നമ്മൾ ഇന്നും ടെമ്പററി ഷെഡിനകത്താണ് ഇരിക്കുന്നത്. ഇന്നും നമ്മൾ ടെമ്പററി ഷെഡിനകത്താണ് ഇരിക്കുന്നത്. എനിക്കെതിരെ പ്രതിപാദിക്കപ്പെടുന്ന പ്രധാന ആരോപണങ്ങൾ: 3, കൊട്ടാരത്തിൽ വസിക്കുന്നു. ഞാനതിന് 2-3 അയ്യോ ഇട്ടിട്ടുണ്ട്. അയ്യോ അയ്യോ അയ്യയ്യോ. എടാ, അതേതോ കുരുട്ടുകണ്ണൻ പറഞ്ഞതാണ്, അതേതോ കുരുട്ടുകണ്ണൻ പറഞ്ഞതാണ്. ഞാൻ ഇന്നും താമസിക്കുന്നത് ബെഥൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പാഴ്സനേജിലാണ്. എനിക്ക് സ്വന്തം വീടില്ല, എനിക്ക് സ്വന്തം കാറില്ല. ചർച്ച എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്, അതില്ലെന്നല്ല. എനിക്ക് ഒന്നിനും കുറവില്ല. ഞാൻ ഇല്ലക്കമൂറുകയല്ല. എനിക്ക് ഇന്നതിൻ്റെ കുറവുണ്ട്, ആരെങ്കിലും സഹായിക്കണമെന്ന് പറയല്ല. നോ, എന്നെ വിളിച്ചത് ദൈവമാണ്. എന്നെ യോഗ്യമായി കർത്താവ് നടത്തുന്നുണ്ട്. എനിക്ക് കൊട്ടാരമുണ്ട് പോലും. ആരാടോ ഈ വഴിയറമ്പിലിരുന്ന് വളച്ചൊടിക്കുന്നവൻ്റെ വാക്ക് കേട്ട് ആവർത്തിക്കുന്നവൻ ആരാ? ഒരു പ്രാവശ്യം വാ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. മിക്കവാറും വിളിക്കാറുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. പക്ഷേ വന്ന് കാണണം, ഞങ്ങൾ കുടുംബമായി വരും, ഒരു ഗ്രൂപ്പായി വരും, ഒന്ന് പ്രാർത്ഥിക്കാനാണ്, ഇവിടെ വന്ന് കാണണം. ഞാൻ നേരെ ചോദിക്കുന്നത്, എത്ര പേരുണ്ട്? 1, 2, മാക്സിമം 3 പേരോ ആണെങ്കിൽ വീട്ടിലോട്ട് വന്നാട്ടെ, നമുക്കൊരു ചായയും കൂടെ കുടിക്കാമെന്ന് പറയും. 3 പേര് കൂടുതലാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള, ചർച്ചിലോട്ട് വാ, അവിടെ വെച്ച് കാണാം. കാര്യം നിങ്ങൾ പറഞ്ഞ കൊട്ടാരത്തിൽ 4 പേരെ ഇരുത്താനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്നിൻ്റെയും കുറവുണ്ടെന്നല്ല, വ്യാജം പറയുന്നതിന് ഒരു എൻഡില്ല. പിന്നെ എന്താണ് ഇവർക്ക് എന്നോടുള്ള വിരോധം? എൻ്റെ കൊച്ചു വീടാണെങ്കിലും അതിനകത്ത് അനേകർ വന്ന് ആത്മാക്കൾ വീണ്ടും ജനിച്ചു, ആത്മാക്കൾ വളർന്നു, ഒരുപാട് പേര് അഭിഷക്തരായി. അതാണോ വൈരാഗ്യം? അതാണോ വൈരാഗ്യം? വൈരാഗ്യമുള്ളവർ ഒരുമിച്ച് കൂടട്ടെ. അടുത്ത ആരോപണങ്ങൾ വന്നിരുന്നത് പണം ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്നു. പണം ചാക്കിൽ കെട്ടി ബാങ്കിലിട്ടിരിക്കുന്നു. ഒരു പുള്ളി പറഞ്ഞതാണ്, 60 കോടി 80 കോടികളൊക്കെ ചാക്കുകൾക്കകത്താക്കി ബാങ്കിലിട്ടിരിക്കുന്നു. എടാ, ചാക്കി കെട്ടിയ പണം എടുക്കുന്ന ബാങ്ക് ഏതാ? ഇതുവരെ ഇന്ത്യയിൽ കണ്ടുപിടിക്കാത്ത ഏതോ പുതിയ ബാങ്കിങ് കൊണ്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. ഈ പിശാച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ ഒരുത്തിനെ കൊണ്ട് ഇന്നതെ പറയിപ്പിക്കാവുന്നൊന്നുമില്ല. ഒരു വ്യക്തിയെങ്കിലും സത്യം പറയുന്നവനുണ്ടെങ്കിൽ, ഞാൻ ഈ കൂട്ടത്തിൽ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഒരു ചലഞ്ച് വെക്കുക. നിങ്ങളെ 60 കോടി 80 കോടി എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പകുതി ഇഞ്ഞതാ. എന്നിട്ട് എൻ്റേത് മൊത്തം എടുത്തു. ഞാൻ ഇന്ന് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തു തരാം. ദയവായി ഒറ്റ ഒരുത്തൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ നേരി പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. കാര്യം നേരി വിശ്വസിക്കാൻ ഒക്കത്തില്ല, അവൻ്റെ മനസ്സ് കുരുട. ഒരു പകുതി എങ്കിലും എനിക്ക് തന്ന ശേഷം നിങ്ങൾ മുഴുവൻ അങ്ങ് എടുത്തുള്ളൂ. ഇന്ന് തന്നെ ഞാനൊരു ഡീൽ എഴുതാം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾ എന്ന് പറയാനില്ല, ഒരാളാണ് വ്യക്തിപരമായി ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. എമ്മേവർ ഈസ്റ്റ് തെറ്റിപ്പോയെന്ന് പറഞ്ഞു, പൊന്നു സാറേ, വല്ലവരും പറയുന്നത് കേട്ട്, വിശ്വസനീയനല്ലാത്തവർ പറയുന്ന വാക്ക് കേട്ട് വരല്ലേ സാർ. എന്നോട് വീഡിയോ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരാൻ ശ്രമിച്ചേനെ സാറേ. അതിനകത്ത് ഫലം കായ്ക്കണം, ഫലമില്ലാതെ പോകുന്നത് മെനക്കെടരുത് എന്ന് പറഞ്ഞത് സത്യമാണ്. അടുത്തൊരു ഒരു വാചകത്തിനകത്ത് ഞാൻ നിശ്ചയമായും ക്ഷമാപണത്തോടെ ആ പദം പറയുക.
വാല്യുബിൾ അപ്പോളജി ഓർ കറക്ഷൻ. പുതുക്രിസ്ത്യാനിയായും മാർഗം ചേർന്നവനും എന്നൊരു പദം ഞാൻ പണ്ടൊരിക്കലും ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ഞാൻ പുതുക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ മാർഗം ചേർന്നവനായിരുന്നു. അതുകൊണ്ടാണ് ആ കാലങ്ങളിൽ പ്രസംഗിക്കാതെ ഞാൻ വാക്യം മാത്രം വിളിച്ചു പറഞ്ഞത്. വളർച്ചയ്ക്കൊത്തവണ്ണം ദിവസങ്ങൾ കഴിഞ്ഞതിനെ തുടർന്ന് കർത്താവ് എന്നെ വളർത്തി. ഇത് വഴിപോക്കിന് വേണ്ടി ഒരച്ചായൻ എടുത്തതാണ്. അപ്പോൾ വഴക്കിന് വേണ്ടി, ഇതൊരു വഴക്കിന് വേണ്ടി ഒരച്ചായൻ കൊണ്ടിട്ടത്. ഇവരുടെ ജോലി എപ്പോഴും സഭയിൽ തല്ലുണ്ടാക്കുക, ഇടർച്ചകൾ വരുത്തുന്നവനാണ്. ഒരച്ചായൻ ഇത് പൊക്കിയെടുത്തുകൊണ്ട് വന്ന്, ഇത് വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയതാണ്. ഇത് വഴക്കിന് വേണ്ടി ഒരച്ചായൻ എടുത്തിട്ടതാണ്. തെറ്റിദ്ധരിക്കപ്പെടുവാൻ വളരെ സാധ്യതയുള്ള ഒരു ഭാഗമായത്. ഞാൻ അതുകൊണ്ട് തന്നെ വിത്ത് അപ്പോളജിക്കൽ മൈൻഡ് ഞാൻ എടുത്തു പറയട്ടെ, ഞാൻ ഒത്തിരി വിശദീകരണത്തോടെ പറയേണ്ടതായിരുന്നു, വിശദീകരണം പറഞ്ഞില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്ന് ബൈബിൾ കണ്ടേച്ച് ക്രിസ്ത്യാനി ചെയ്യുന്ന തെറ്റാ, പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് പാപമാണെന്നൊക്കെ പറയുന്ന ആ പുള്ളികളെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഫ്രഷ് എൻട്രീസ്, പുതുതായിട്ട് വരുന്നവർ, പുതുതായി ബൈബിൾ പഠിപ്പിച്ചു തുടങ്ങിയവരുമായ അവരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞ പദമാണിത്. തെറ്റിദ്ധാരണകൾ ഉള്ളവർ ദയവായി സത്യം മനസ്സിലാക്കൂ. ഇതിൽ ജാതിയും മതവുമില്ല. സത്യം, ബഥേലിന് ജാതിയില്ല, മതമില്ല. ഇവിടെ ചതുർവർണ്ണങ്ങൾ ഇല്ല. ഇവിടെ ക്ഷത്രിയനെയും ശൂദ്രനെയും ഒരുപോലെ ബഹുമാനിക്കുന്നു. ഇതൊന്നും സഭയ്ക്കില്ല. വഴക്കുണ്ടാക്കാൻ വേണ്ടി പിശാച് അവിടുന്ന് ഇവിടുന്ന് തല്ലിക്കൂട്ടുന്ന അച്ചായന്മാർ, നിങ്ങളെ തൊട്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആരും തൊടാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് എടുത്തിട്ട സാർ മനഃപൂർവ്വം സഭയിലും വിശ്വാസികൾക്കിടയിലും ഒരു മഹാപ്രശ്നം, ഒരു വഴക്കുണ്ടാക്കുവാൻ വേണ്ടി ഇട്ടത് മാത്രം. ഞാനിവൻ്റെ സഭയും വർണ്ണഭേദങ്ങളോ ജാതിഭേദങ്ങളോ ഒരിക്കലും അനുസരിക്കുന്നില്ല, ഞങ്ങൾക്കില്ല. ക്രിസ്തുവിൽ ഞങ്ങൾ സഹോദരങ്ങൾ തന്നെ. അത് ക്രിസ്തുവിൻ്റെ വരവ് വരെ തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വർണ്ണഭേദങ്ങൾ ഇല്ല. ദൈവിക പരിജ്ഞാനം പ്രാപിക്കുവാൻ ഞാൻ ഹോശയ പ്രവചനം 4:6 ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് ആവശ്യപ്പെടട്ടെ. പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നമ്മൾ കർത്താവിനെ സേവിക്കുമ്പോൾ ദൈവിക പരിജ്ഞാനം വേണം. അതില്ലാതെ വന്നാൽ വിശ്വാസികളെന്ന സ്ഥാനത്തും അതില്ലാതെ വന്നാൽ ലീഡർഷിപ്പ് എന്ന സ്ഥാനത്തു നിന്നും ദൈവം ത്യജിക്കും. എന്താ ദൈവിക പരിജ്ഞാനത്തിലെ ഒരു ഭാഗം? ഞാൻ നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കത്തിൽ. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യമാണ്. ദൈവസഭയെ മുമ്പിൽ നേരോടെ നടന്നാൽ ഏത് സഭയെയും ദൈവം അനുഗ്രഹിക്കും. ഒരു ദൈവാനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒന്നുമില്ലായ്മയിൽ എൻ്റെ 12-ാമത്തെ വയസ്സിൽ പരസ്യയോഗത്തിന് പോകുമ്പോൾ മൈക്ക് പിടിച്ചു തരാൻ എനിക്ക് ആരുമില്ല, ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനില്ല, കാലിലിടാൻ ചെരുപ്പില്ല. ഇതൊന്നുമില്ലാതെ നടന്ന് പ്രസംഗിച്ച് എന്നെ വളർത്തിയ ദൈവം. ഒരു പുള്ളിക്കാരൻ പറയുന്നത് കേട്ട് എവറീസ്റ്റിൻ്റെ റേഞ്ചിലേക്ക് ഉയർന്നത്. മോനെ, റേഞ്ചിലേക്ക് ഉയർന്നവരെ മുഴുവനും നിങ്ങൾ കല്ലെറിഞ്ഞിട്ടില്ലേ? യേശു കൊണ്ടൊരിക്കൽ പറഞ്ഞു, പഴയ നിയമപ്രവാചകന്മാരിൽ ആരെയും നിങ്ങൾ വിട്ടു? ദൈവത്തിൻ്റെ സഭയിൽ കുറച്ച് പേരെ, 1000-ഓ 2000-ഓ 10,000-ഓ പേരെ വിളിച്ചു ചേർത്ത സകലരെയും പിശാച് കല്ലെറിഞ്ഞില്ലേ? ആ കൂട്ടത്തിലൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ ഒരു ദൈവാനുഗ്രഹത്തിനായി കാത്തിരിക്കാം. നമുക്ക് നേരോടെ നടക്കാം, നേരുകേട് ത്യജിക്കാം. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറത്തരത്തില്ല. ഇനി ലെറ്റ് us നോട്ട് ക്രിയേറ്റ് പ്രോബ്ലം ബട്ട് സൊല്യൂഷൻ. നമുക്ക് പ്രശ്നം ഉണ്ടാക്കാതെ പരിഹാരം ഉണ്ടാക്കാൻ നോക്കാം. പ്രൊവേർബ്സ് 29:8-9 പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ ബഹളമായിരുന്നറിയാമോ? പരിഹാസികൾ, ആ 2 പരിഹാസം ഇട്ടതാ. കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഭോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. ഞാനിന്ന് കോപിച്ചാലോ ഞാനിന്ന് ചിരിച്ചാലോ രണ്ടുകൊണ്ടും ശമനം വരത്തില്ല. ആരെല്ലാം കോപിച്ച് നടന്നാലും ചിരിച്ചുകൊണ്ട് വന്നാലും ശമനം ഉണ്ടാകത്തില്ല. ഒരിക്കൽ കേട്ട ഒരു പദം എന്നെ ഒത്തിരി ബലപ്പെടുത്തിയത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടിട്ടുണ്ട്. വി ആർ ദ പാർട്ട് ഓഫ് സൊല്യൂഷൻസ് ആൻഡ് നോട്ട് ദ പാർട്ട് ഓഫ് എ പ്രോബ്ലം. I am not the part of a problem. I am the solution. I am the part of a solution. For that is God. നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം. ലെറ്റ് us കണ്ടിന്യൂ. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഒന്നുകൂടെ തുടരാം. കൽപ്പനകളെ കാത്തുകൊള്ളുക എന്ന ആശയമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ ഞാൻ ആവശ്യപ്പെട്ടു. സഭയ്ക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. ദേശത്തോട് യേശുവിനെ പറയുകയാണ്.
പറഞ്ഞാൽ അവർ യേശുവിനെ അംഗീകരിക്കും. കാര്യം വിശ്വസ്തരായ ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണ് സംസാരിക്കുന്നത്. അവർ അത് സംസാരിക്കും. ഈ ഭാരങ്ങൾ ഒഴിവാക്കിയ ശേഷം ഭാരമെടുത്തെറിയുവാൻ നിൽക്കുന്ന പിശാചുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിനകത്ത് നേതൃവൃന്ദങ്ങളിലുള്ളവർ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയേണ്ടത് എല്ലാ ഭാഷയിലും ഞാൻ എടുത്തു പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം, അതിനു വേണ്ടി വാ. പിന്തിരിപ്പിക്കാൻ അനേക ശക്തികൾ, സ്വാധീനങ്ങളൊക്കെ എഴുന്നേൽക്കും. ദൈവകൽപ്പനയിൽ നിലനിൽക്കുക. സാമ ദാന ഭേദ ദണ്ഡങ്ങളുമായി പിശാച് അടുത്തു വരും. എന്താണ് ഈ സാമദാന ഭേദദണ്ഡങ്ങൾ? കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടതാണ്. സാമമെന്ന് പറഞ്ഞാൽ അടുത്തു വരിക. വർഗീസേ, നമ്മൾ കൂട്ടുകാരല്ലേ, നമ്മൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല കേട്ടോ, നമ്മുടെ സന്തോഷം, എന്നാൽ നമുക്ക് ഇതുവഴി പോകാം. മോനെ, കൂട്ടുകൂടി നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്ന പലരുമുണ്ട്. നമ്മളെ പലതിലേക്കും വലിച്ചു കൊണ്ടുപോകുവാൻ കൂട്ടുകൂടി വരുന്നവരുണ്ട്. അതിനെയാണ് സാമം എന്ന് വിളിക്കുന്നത്. 2, ദാനം. എൻ്റെ കൂടെ വന്നാൽ ഇന്നത് തരാം, ഇച്ചിരി കള്ളു കുടിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നത് തരാം. നമ്മൾ തമ്മിലുള്ള കമ്പനി, കുടിച്ചേച്ച് ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് കയറ്റാം, അതിനകത്ത് ഭയങ്കര ലാഭം കിട്ടുന്നതൊക്കെ എല്ലാം പ്രായോഗികമാണ് പറയുന്നത്. ദാനങ്ങൾ. 3 ഭേദങ്ങൾ. എൻ്റെ കൂടെ കള്ളു കുടിക്കാൻ വന്നതിൽ എനിക്ക് കൂട്ടില്ല. ഞാൻ പറയുന്ന പോലെ നീയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കൂട്ടില്ല. ഭേദം. ഒടുവിലത്തേത് ഇന്ന് കാണുന്ന പെർസിക്യൂഷൻസ്, ദണ്ഡനം. നീ എന്നാലും നിൻ്റെ ദൈവത്തെ വിടുകയില്ലയോ, അടിക്കാൻ പോകുക നിനക്കിട്ട്, അല്ല നിന്നെ ചീത്ത വിളിക്കാൻ പോവുക. സാമ ദാന ഭേദ ദണ്ഡങ്ങൾ കൊണ്ട്. ഇതിനെയാണ് ചതുർബുദ്ധി എന്നൊക്കെ പറയുന്നത്. ബുദ്ധി ചാതുര്യം എന്നൊക്കെ പറയുമ്പോൾ ഇതാ സംഗതി. കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കൽപ്പനകളെ കാത്തുകൊള്ളുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പറയുക പൗലോസിൻ്റെ വാചകമാണ്. എം.എ. വർഗീസ് ഇത് പറയുന്ന കൂട്ടത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ വേണം. നമുക്ക് പ്രവൃത്തി ഇല്ലാതെ വന്നാൽ ബിഗിനറാണ്, ഫ്രഷ് കമറാണ് എന്ന് എടുത്തു പറയും. ഞാൻ നമ്മുടെ ഈ ചർച്ചിനകത്ത് വന്ന് പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു ദൈവദാസനെ കുറിച്ചൊരു പദം പറയാം. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് വടക്കേ ഇന്ത്യയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. അതിനു മുമ്പേ കള്ളു കുടിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ ഭാഷ, വർഷങ്ങളായി രക്തം കയ്യേൽ പെരളാതെ, വഴക്കുണ്ടാക്കാതെ, ആരുടെയും രക്തമോ അല്ലെ എൻ്റെ രക്തമോ കയ്യെ പെരളാതെ വീട്ടിൽ വന്ന ഒരു ചരിത്രമില്ല. ഞാൻ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ, അദ്ദേഹത്തിൻ്റെ വാചകമാണ്, ഞാൻ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ സുബോധത്തോടെ എൻ്റെ ഭാര്യ എന്നെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും മദ്യപിച്ച് നടക്കുമായിരുന്നു. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഒരു ദിവസം അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. തൻ്റെ സകല ദോഷവശങ്ങളോടും യാത്ര പറഞ്ഞു. ഒരാഴ്ചയോ ഒരു മാസത്തിനോ അകം അദ്ദേഹം ബാംഗ്ലൂർ വന്ന് അന്വേഷിച്ചു. എയർഫോഴ്സ് ക്യാമ്പിൽ വന്ന് അന്വേഷിച്ചു ഇവിടെ പെന്തിക്കോസുകാരുണ്ടോയെന്ന്. ജലഹാലി ഈസ്റ്റിലാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ അവിടെയായിരുന്നു. ആരോ ഒരാൾ പറഞ്ഞു ജലഹാലി വെസ്റ്റിൽ ഒരു പെന്തിക്കോസുകാരനുണ്ട്, എം.എ. വർഗീസ് എന്ന പേര്. ഈ മനുഷ്യൻ ഏതാണ്ട് 5 കിലോമീറ്റർ കാണും ദൂരം നടന്ന് വെസ്റ്റിലെത്തി. ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന ആളുകളോട് ചോദിച്ചു, എം.എ. വർഗീസ് എവിടെയാണെന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന് ഡ്യൂട്ടി പോലീസുകാരന് ഈ മനുഷ്യനെ അറിയായിരുന്നു വടക്കേ ഇന്ത്യയിൽ. അവൻ നേരെ എൻ്റെ അടുക്കൽ വരുന്ന വഴി പറഞ്ഞു കൊടുക്കുക. അതൊരു വളഞ്ഞ വഴി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരുത്തനെ എൻ്റെ അടുക്കൽ വിട്ടു. നടന്ന ചരിത്രമാണ്. ഒരാളിനെ എൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ടു, ബ്രദറെ, സാറേ, ഇന്ന മനുഷ്യനെ അറിയാവും. അപ്പം എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ അവൻ വരുന്നുണ്ട്. അവൻ സാധാരണ ഒരുത്തനെ കണ്ട രക്തം വരല, അത് പോകില്ല. അവൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. വരുന്നുണ്ട്. ഞാനൊരു വളഞ്ഞ വഴി പറഞ്ഞു കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ചോണം. ചുമ്മാ ഒരുത്തനോട് കയറി നീ എവിടെ പോകാൻ ചോദിക്കാനൊക്കത്തില്ല, ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഈ പുള്ളി തന്നോട് ആരോടും ചോദിക്കാതെ ക്ലാസ്സിനകത്തും കയറി വന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, കയറി അങ്ങ് വന്നു. ബെന്നിന് ഇട്ടിട്ടില്ല, ഒരു ബട്ടൺ കണ്ടിട്ടിട്ടുണ്ട്, ഷർട്ടിന് ബട്ടണും ഇല്ല. അത് അവൻ്റെ പഴയ നടപ്പാണ്. ഒരു പ്രൈസലോടൊക്കെ ഉറക്കെ പറഞ്ഞ് ക്ലാസ്സിനെടുക്കുക. ഞാൻ അദ്ദേഹത്തെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ വിളിച്ച് വെളിയിൽ കൊണ്ടുവരത്തി ഇരുത്തി വെച്ച് പറഞ്ഞു, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് വരാം, ദയവായി ക്ഷമിക്കണം. ഈ സാധനത്തെയും കൊണ്ട് പള്ളിയിലോട്ട് വരല്ല് എന്ന് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ നടപ്പ് വെറും ബിഗിനിങ്ങാണ്. ഒരാളുടെ സംസാരം കേട്ടാൽ, ഇടപെടൽ കണ്ടാൽ, ടൂൾസ് കണ്ടാൽ, മെത്തേഡ് കണ്ടാൽ അവൻ ബിഗിനറാണോ അതോ ദൈവകൃപയിൽ വളർന്നവനാണോ എന്നറിയാൻ കഴിയും. ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന ആളുകളോട് പറയാൻ തുടങ്ങി. പൗലോസ് ഈസി അല്ലായിരുന്നു ചുമ്മാ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനെ അംഗീകരിച്ച് അങ്ങ് പോകോളാൻ പറയാൻ. അല്ല, അങ്ങനെ ചെയ്തെങ്കിൽ അതിൻ്റെ പ്രവൃത്തി കാണും. നമുക്ക് പ്രവൃത്തികളോടെ മാനസാന്തരം വെളിപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 119:11 വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പോൾ യോങ്ങിച്ച ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, ദ ബൈ ഹാർട്ടഡ് സ്ക്രിപ്ചർ ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്സ്.
ഒരു കെട്ടിടം പണിയാൻ ബിൽഡിംഗ് ബ്ലോക്സ് ഇഷ്ടിക ആവശ്യമായതുപോലെ ദൈവവചനത്തിൽ പറയണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ കാണാതറിയാവുന്ന വാക്യങ്ങൾ വേണം. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ചും വാക്യങ്ങൾ പഠിക്കണം എന്നാവശ്യപ്പെടാറുള്ളത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. നമുക്ക് പ്രവൃത്തിയുണ്ട്, വിശ്വാസമുണ്ടെന്ന് പറയുന്നെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം വേണം. നമുക്ക് പ്രവൃത്തി ചെയ്യാം. ഇന്ന് പ്രവൃത്തിയിലേക്ക് കർത്താവ് നമ്മെ നടത്തട്ടെ. 3, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മമണ്ഡലത്തിലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചില കണ്ടീഷനുകൾ തിരുവചനത്തിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. 1, പാറമേൽ വീട് പണിയുക, മണ്ണെല്ലാം മാന്തിക്കളയുക. ഇന്ന് പകലും കേട്ട മണ്ണെല്ലാം മാന്തിക്കളഞ്ഞേച്ച് പാറമേൽ നമുക്ക് വീട് പണിയാം, വളച്ചൊടിച്ചത് വിട്. 2, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുക. 3, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടിട്ട് ഏറെക്കുറെ 1 മാസത്തിലധികമായി പറഞ്ഞു തീർക്കാൻ കഴിയാതെ ഞാൻ വിമ്മിഷ്ടപ്പെടുകയാണ്. നന്മയുടെയും തിന്മയുടെയും ഭാവത്തിൽ, ലോകമോഹത്തിൻ്റെയും സമൂഹ ഉന്നതകളുടെയും രൂപത്തിൽ ഇരമ്പുന്ന ലോകശബ്ദങ്ങളുടെ നടുവിൽ ദൈവശബ്ദം തിരിച്ചറിയുവാൻ കൃപ ലഭിക്കുന്നതിനെ കൂടെയാണ് യേശു ഉദ്ദേശിക്കുന്നത്. ചെവിയുള്ളവൻ. എനിക്കൊരുപാട് ശബ്ദം കേൾക്കാം, ഒരുപാട് ഇരമ്പൽ കേൾക്കാം. എന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നവർക്കായി സ്തോത്രം. അതാണ് ചെവിയുള്ളവൻ. ലോകം കേൾക്കേണ്ടതെല്ലാം കേൾക്കരുതാത്തതെല്ലാം കേൾക്കും. എനിക്കതിന് നേരമില്ല, ഞാൻ അറിയേണ്ടത് മാത്രം അറിയും. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഒരിക്കൽ പാസ്റ്റർ കെ ജോയി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊരു ലെഗ് സോപ്പ് വാങ്ങിക്കണമെന്നുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ പേര് ഞാൻ ഓർക്കുന്നില്ല. എനിക്കൊരു ലെഗ് സോപ്പ് വാങ്ങിക്കണമെന്നുണ്ടെന്നിരിക്കട്ടെ. ഞാൻ സോപ്പ് വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഒരുപാടിനം സോപ്പുകൾ അവിടെ ഇരിക്കുന്നു. മണം കൂടുതലുണ്ട്, മണം കുറഞ്ഞതുള്ളതുണ്ട്. എല്ലാം മാറ്റി വെച്ച് എനിക്ക് വേണ്ട സോപ്പ് സിലക്ട് ചെയ്യുക. അതാണ് സിലക്റ്റീവ്. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, മറ്റൊന്നും കേൾക്കാതിരിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നന്മയുടെയും തിന്മയുടെയും ഭാവത്തിൽ, ലോകമോഹത്തിൻ്റെയും സാമൂഹിക ഉന്നതകളുടെയും രൂപത്തിൽ ഇരമ്പുന്ന ലോകശബ്ദങ്ങളുടെ നടുവിൽ ദൈവശബ്ദം തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ എന്നാൽ ലോകത്തിലെ ഇരമ്പൽ ശബ്ദങ്ങളുടെ ഇടയിൽ ദൈവശബ്ദം തിരിച്ചറിയുവാൻ കഴിവുള്ളവനെന്ന് മനസ്സിലായി. സാഹചര്യമല്ല, സോഷ്യൽ കൾച്ചറല്ല, ചുറ്റുപാടുമുള്ള സൗകര്യങ്ങളല്ല. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇവയത്രേ ജയിക്കുന്നവന് വലിയ പ്രതിഫലമാണ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ചെവിയുള്ളവനെ യേശു വിളിക്കുന്നത് കാണാം. പരിഹസിക്കുവാൻ ഒരുപാട് പേര് വരും. കൊരിന്ത ലേഖനത്തിൻ്റെ 2-ാമത്തെ ലേഖനത്തിലോട്ടൊക്കെ പോയാൽ പൗലോസിനെ പരിഹസിക്കാൻ വേണ്ടി വന്നവരുടെയും വ്യാജം പറഞ്ഞ് തനിക്കെതിരെ അപവാദം ഉണ്ടാക്കിയവരുടെയും ഒക്കെ കാര്യം കാണാം. താൻ അത്ഭുതത്തെക്കുറിച്ചും വീര്യപ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ റോമക്കാരുണ്ട്. മറക്കല്ല്, ഇതൊന്നും ഇന്ന് തുടങ്ങിയതല്ല. ഇതൊക്കെ പിശാചിൻ്റെ ആരംഭം മുതൽ ഉള്ളതും സഭയുടെ ആരംഭം മുതൽ വെളിപ്പെടുന്നതുമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, ഞാനും ഇങ്ങനെയുള്ള മറുപടികളിലൊക്കെയാണ് നിൽക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു മനുണ്ട്, അവർ വിശ്വസിച്ചില്ലല്ലോ, ആർക്ക് ചെയ്യാതെ. അവനെ വിശ്വസിപ്പിക്കാൻ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ടില്ല. ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത്, സോ വാട്ട്, അവർ വിശ്വസിച്ചില്ല, അതിനിപ്പോൾ എന്തോ? ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ താമസിക്കുമോ? ഇല്ല. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയോ? ഇല്ല. നീ വിശ്വസിക്കാതിരിക്കോ നിൻ്റെ കാര്യം. പക്ഷെ പരിഹസിക്കുന്നവരുടെ നടുവിൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ ആമിതബലത്തിലും ശക്തിപ്പെടുകയും പരിഹസിക്കുന്നവർ വട്ടം കണ്ടെന്ന് വരാൻ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിലെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഞാനിവിടെ നിർത്തുകയാണ്, കാരണം എനിക്കറിയാം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഒത്തിരി നമ്മൾ ഇന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്കറിയാം ഒരു കത്തുന്ന ആത്മീയ അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വരണം. എനിക്ക് തോന്നുന്നു ഇതിന് വിരോധമായി നിൽക്കുന്ന കാര്യങ്ങളെ, ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്സിനെ എടുത്തു കളയുവാൻ എനിക്ക് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായവർ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അരമണിക്കൂർ കൊടുത്ത മെസ്സേജിൽ ഫലം കായ്ക്കുക എന്ന പദത്തെ എടുത്തുന്നയിക്കുമ്പോൾ
ഫലം കൊടുക്കാത്തവരായി വരരുത്. അതുകൊണ്ട് അർത്ഥമില്ല എന്ന ആശയം പറഞ്ഞ 22 24 സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത് വളച്ചമോടിച്ച് വിപരീതമായൊരാശയം പറഞ്ഞ് അനേക ദൈവമക്കളുടെ ആത്മീയജീവിതത്തിൽ വിഷം കലർത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാനതിന് ഉത്തരവാദിയല്ല. അങ്ങനെ കേട്ട് വിശ്വസിച്ചവർ, എയർ കണ്ടീഷൻ ഹോളാണ്, കെട്ടിവെച്ചിരിക്കുന്നു, കൊട്ടാരത്തിൽ താമസിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം കേട്ടു, ഞാൻ എല്ലാം കേട്ടു, വളരെ നന്ദി. നിങ്ങളോട് കർത്താവ് ക്ഷമിക്കട്ടെ, എനിക്ക് ആരോടും വിരോധമില്ല. പക്ഷേ ലീഡർഷിപ്പിൽ നിന്നവർ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു, ചെയ്തില്ല. നിങ്ങളോടുള്ള ബഹുമാനം കുറയേണ്ടതാണ്, കുറയാതെ ഞാൻ സൂക്ഷിക്കും, അങ്ങേയറ്റം സൂക്ഷിക്കും. നിങ്ങളും ദയവായി ഇനി അത് ആവർത്തിക്കാതിരിക്കും. നല്ല സാറേ, എന്നേക്കാൾ പ്രായം കുറവായതുകൊണ്ട് ലീഡേഴ്സാണ് എങ്കിലും ഒന്ന് പറയുന്നതിനകത്ത് തെറ്റില്ലായിരിക്കുമല്ലോ. പാസ്റ്റർ പി ഡി ജോൺസൺ എൻ്റെ വീട്ടിൽ വന്ന്, ഈ ചർച്ചിൽ വന്ന് ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസിയേഴ്സ് 1-ലധികം പേർ ഇവിടെ വന്ന് എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്, സാർ ഉൾപ്പെടെ. ഞാൻ അവിടെ പോയി അവരുടെ ജനറൽ കൺവെൻഷന് പ്രസംഗിച്ചിട്ടുണ്ട്. ഷാരോൻ്റെ ജനീതാവ്, ഫൗണ്ടർ പ്രസിഡൻറ്റ് തോമച്ചായൻ വീട്ടിൽ വന്ന് താമസിച്ചിട്ടില്ല, വീട്ടിൽ വന്ന് ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. വ്യത്യസ്ത സഭാവിഭാഗങ്ങളിലുള്ള പാസ്റ്റർ KY ഗീവർഗീസ് ഞങ്ങളുടെ സ്ഥിരം വിസിറ്ററായിരുന്നു IPCയിൽ നിന്ന്. ദൈവദാസന്മാരുമായി പങ്കെടുക്കുവാനും വിലപ്പെട്ട ആശയങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും കർത്താവ് കൃപ തന്നു. അതുകൊണ്ട് ഒരു ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ ഇവിടെ നിന്ന് ഉയർത്തുവാൻ കൃപയാൽ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പല കാര്യങ്ങളുള്ളത് കൊണ്ട് വരുന്ന ആഴ്ചയിൽ തുടരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ആഴ്ചയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് അടുത്ത കൺവെൻഷന് പോവാം. ശനിയാഴ്ച രാത്രിയിലെ വരത്തുള്ളൂ. ഇന്നലെ എൻ്റെ തൊണ്ട തീരെ മോശമായിരുന്നു. സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്ന് സംസാരിക്കാൻ സാധിച്ചു. നന്ദി. ദയവായി എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ ഒരാഴ്ച നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കൺവെൻഷന് പോവാം. എനിക്ക് ശരീരത്തിന് വേണ്ടത്ര ആരോഗ്യമില്ല, അതുകൊണ്ട് പ്രായത്തിന് തക്ക ആരോഗ്യമുണ്ട്. പക്ഷേ പ്രായം അത്രയും ആയതുകൊണ്ട് ഒത്തിരി യാത്രയുണ്ട്. കേരളത്തിൻ്റെ ഹൈ റേഞ്ച് മുതൽ കടൽ തീരം വരെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.